നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. സൗണ്ട് കുറച്ചു പിന്നെ സമാധാനം കിട്ടും. മാരുവിൽ ഗോപുരം അല്ലേ? നമുക്കറിയാം, ഈ സിനിമയെ കുറിച്ച് കുറേ ആയി കേട്ടോണ്ടിരിക്കുക. സിയാദ്ക്കാട് പ്രൊഡക്ഷൻ കമ്പനി കുറേ വാർത്തകൾ, ഇറങ്ങിയ പാട്ടുകളൊക്കെ ഹിറ്റ്, എല്ലാം സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ 4 പേര് സിനിമ റിലീസുമായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്ദ്രജിത്തിൽ നിന്ന് തുടങ്ങാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗണ്ട് ഇന്ദ്രജിത്തിൽ നിന്ന് തുടങ്ങുന്നല്ല അല്ലേ? അപ്പോൾ എങ്ങനെ പറയണം? ഉറപ്പായിട്ടും എങ്ങനെ പറയണം? ഇന്ന് പറയും, ഇവിടെ തുടങ്ങാൻ പറയും. അതാണ് കുഴപ്പം. ഞാൻ പറഞ്ഞില്ലല്ലോ അറിയോന്ന് ചോദിച്ചു. ഒരു നല്ല സിനിമ നമ്മൾ കുറെ ആയിരുന്നിട്ട് അല്ലേ, കുറെ ആയി നമ്മൾ ഇരുന്നിട്ട് നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ടാണ് വീണ്ടും എത്തുന്നത്. എന്താണ് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നാനുള്ള ഒരു കണ്ടന്റ് എന്തായിരിക്കും? ഇതൊരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. ഞാൻ നമ്മുടെ മുമ്പത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനു മുൻപും അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് ഹ്യൂമർ കലർന്ന ലൈറ്റ് ഹാർട്ടഡ് ക്യാരക്ടേഴ്സ് ഒക്കെ വലിയ രീതിയിൽ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും അങ്ങനെ ഒരു കഥാപാത്രം ആ ജോണറിൽപ്പെട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ എൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീരിയസ് സിനിമകളിലൂടെ, സീരിയസ് കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് 2024-ന്. ഇങ്ങനൊരു സിനിമയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഇതിലെ ഷിനു എന്ന കഥാപാത്രം. അപ്പോൾ ആ രീതിയിൽ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഫിലിം. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. നമ്മൾ പാട്ടുകളിൽ നിന്നൊക്കെ കണ്ടുപോയിക്കുന്ന ഫാമിലി, ഒരു ജ്യേഷ്ഠനിയൻ ബന്ധം, അങ്ങനെ ഒരു ബന്ധം പറയുന്ന ഒരു കഥയാണ്. ഇത് ലിറ്ററലി ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്. കാരണം ഒരു ഫാമിലിയിലെ 4 അംഗങ്ങളാണ് ഈ കാണുന്നത്, 4 കഥാപാത്രങ്ങൾ. അപ്പോൾ ഒരു ചേട്ടൻ, അനിയൻ, ചേട്ടൻ്റെ വൈഫ്, അനിയൻ്റെ ഗേൾഫ്രണ്ട്, അങ്ങനെയുള്ള 4 പേര്, അവരുടെ റിലേഷൻഷിപ്സ്, ഈ 4 പേരും നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ റോഡ് ബ്ലോക്സിനെ അവർ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതൊക്കെയാണ് സിനിമയുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കൾമിനേഷനാണ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയാണ്. പക്ഷേ ഇത്തരം ഒരു സിനിമകൾ, ഈ ഫാമിലി സബ്ജക്റ്റ് സിനിമകൾ ഇപ്പം നമുക്ക് കുറേ നാളുകളുടെ അങ്ങനെ സബ്ജക്റ്റുകൾ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ പണ്ടൊക്കെ നോക്കുമ്പോൾ സത്യന്തിക്കാണ് കുട്ടികൾ ഒരുപാട് സിനിമകൾ, പക്ഷേ ഇപ്പോൾ അങ്ങനെ സിനിമകൾ വരുന്നില്ല. അത്തരം സിനിമകൾ വരാത്തതിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു സീസണിലാണല്ലോ. നമുക്ക് ഒരു സക്സസിന് പുറകെ ഓടുന്ന ഒരു വലിയ വിഭാഗം സിനിമാക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ജോണർ ഓഫ് സിനിമ നന്നായിട്ട് പോകുമ്പോൾ ആ ജോണറെ ചുറ്റിപ്പറ്റി തന്നെ ഇനി അടുപ്പിച്ച് കുറേ പടങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ സിനിമകൾ കൂടുതൽ വരിക എന്നൊക്കെ ഉള്ളത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80s-ലാണെങ്കിലും 90s-ലാണെങ്കിലും 2000s-ലാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ സിനിമയിലൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും. കാരണം ചെറിയ നല്ല ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനേഴ്സ് വീണ്ടും മലയാളത്തിലേക്ക് വരും എന്നുള്ളതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് മാരുവിൽ ഗോപുരം. നമുക്ക് സിയാദ് ഖോക്കറിനെ കുറിച്ച് അറിയാം. വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾ, ഒത്തിരി ഹിറ്റുകൾ നൽകിയ ആൾ. ഇപ്പോൾ ഈ പുതിയ ആളുകളോടൊപ്പം തന്നെ ഓട്ടം പ്രദർശനം നടത്തുകയാണ് സിയാദ്. ആ പ്രൊഡ്യൂസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് തോന്നും? എത്രയോ സിനിമകൾ മലയാളത്തിന്, ഗംഭീര സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പിന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പക്ഷേ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുതൽ ലൊക്കേഷനിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഓരോരുത്തർക്കും മൈക്രോ ഡീറ്റെയിലിംഗ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും സിയാദക്കെ പോലൊരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ. രാവിലെ ഞാൻ ലൊക്കേഷനിൽ ഇപ്പോൾ സിയാദക്കെ അവിടെ ഉണ്ടാവും, വൈകിട്ട് പോകുമ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ പുള്ളി ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു പാഷൻ, അതായത് പണ്ട് സിനിമ തുടങ്ങിയപ്പോൾ എന്തായിരുന്നോ പാഷൻ, അതേ പാഷൻ തന്നെ ഇന്നും കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിരുന്നു സിയാദക്കയോട് വർക്ക് ചെയ്യാൻ. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ചില കാര്യങ്ങളുടെ മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ചിലതൊക്കെ ഒന്ന് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. പല സജഷൻസും ഒപ്പീനിയൻസും കാരണം സോങ്സിലെ ചില പോർഷൻസ് ഒക്കെ മാറ്റിയെടുക്കേണ്ടി വന്നു. അതിനൊന്നും ഒരു തടസ്സമോ ഒന്നും പറയാതെ സിനിമയുടെ നല്ലതിനല്ലേ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സ്പോർട്ടായിട്ട് ഞങ്ങളുടെ ടീമിനോടൊപ്പം നിന്നൊരു പ്രൊഡ്യൂസറാണ്. സോ ആ രീതിയിൽ എക്സ്ട്രീംലി കംഫർട്ടബിൾ ആയിരുന്നു സിയാദക്കയോട് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഈ അവാർഡിന് ശേഷം റിലീസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അല്ല, അവാർഡിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമ കുറെ സിനിമകളുണ്ട്, റിലീസിങ് സിനിമയാണ്. അവാർഡ് കിട്ടും തോറും കൂടുതൽ പ്രഷറുകളിലേക്ക് നമുക്ക് കൂടുതൽ കിടപ്പാടുകൾ കൂടുകയാണ് അല്ലേ. നമുക്ക് ഇനിയുള്ള സിനിമകൾ എങ്ങനെയാകും എന്നുള്ള ചിന്താഗതികൾ ഉണ്ടാകുമല്ലോ. അതിനു മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്, ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയാണ്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താണ് പ്രഷർ മുമ്പിലേക്ക് നമുക്ക് പറയാൻ പറ്റും? ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ആദ്യമേ കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് ഹാപ്പി ആയിട്ട് ആ ഇമോഷൻസിലൂടെ, അപ്പം ഞങ്ങൾ 4 പേരല്ലാതെയും വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, വശിഷ്ഠൊക്കെ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറുണ്ട്. അപ്പം അവരിലൂടെയൊക്കെ ഒരു ജേർണി എനിക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു. അത് കഥ കേൾക്കുമ്പോൾ എന്നിലൂടെ മാത്രമല്ല ഞാൻ സഞ്ചരിച്ചത്. ആൻഡ് ഇത് എനിക്കൊരു
കൊടുക്കുന്ന എക്സ്പോഷർ ഡിഫറെൻ്റ് ആണ്. ലുക്ക് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും കൊടുക്കുന്ന എക്സ്പോഷർ ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ മൂവിക്ക് ഒരു യെസ് പറയുന്നത്. അപ്പം അത് തന്നെ തിയേറ്ററിലും നമ്മളെങ്ങനെയാണോ ആ കഥ കേട്ടപ്പം ഓരോ ക്യാരക്ടറിലൂടെയും പല രീതിയിൽ പല കഥകളിലും പോയത്, അതുപോലെ തന്നെ ഓഡിയൻസും അത് ഞാൻ എൻജോയ് ചെയ്ത പോലെ തന്നെ എൻജോയ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് എനിക്ക്. സോ ദാറ്റ്സ് ഹൗ മാരിവിൽ ഗോപുരങ്ങൾ ഹാപ്പൻ ടു മീ. അല്ലെ, ഈ മാരിവിൽ ഗോപുരത്തിലേക്ക് ഒന്ന് തിരിച്ചെത്തുമ്പോൾ ഈ സിനിമയുടെ പേര് തന്നെ നമുക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ. ഗോപുരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷ കൂടുതലാണ്. ഗോപുരങ്ങളാണ് ഇപ്പൊ ചർച്ച എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗോപുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കൂടാരമാണ് എന്ന് നമ്മൾ പറയാം. അതാണ് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതിന് ആ ഗോപുരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഫാമിലി, ഇവരിപ്പം ജ്യേഷ്ഠനും അനിയനും 2 മരുമക്കൾ, അങ്ങനെയാണ് ഒരു കാമുകിയും ഒരു മരുമോളും എന്ന നിലയിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് ഇന്ദ്രൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്തരം ഒരു ഫാമിലി സബ്ജക്റ്റിൽ നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ അടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കുടുംബം ഇങ്ങനെയായിരുന്നു, നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിൽ തട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും സിനിമ കഴിയുമ്പോൾ. ലൈറ്റ് ഹാർട്ടഡ് ആണ് എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കരമായിട്ടും എന്ന് വെച്ചാൽ ഒരു ഹാപ്പി എന്റർടൈൻമെന്റ്. ഓക്കെ, അത് പറഞ്ഞു വെക്കുന്ന വിഷയം ഡിഫറെൻ്റ് ആണ്. അതൊക്കെ ഈ ലൈറ്റായിട്ട് ഹ്യൂമറിലൂടെ കൺവേ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ അതൊരു കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് ഇറ്റ്സ് എ നൈസ് മൂവി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മൂവി ആയിരിക്കും. അത്തരം ഒരു മൂവി ആയിരിക്കും. അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ ഉണ്ടായ ഒരു അനുഭവം? ഞാൻ ഡബ് ചെയ്യാൻ വീണ്ടും പോയിരുന്നു. അവാർഡ് കിട്ടിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡബിങ്ങിൽ കയറി. സെലിബ്രേഷൻ തന്നെയായിരുന്നു. ജസ്റ്റ് ലൈക്ക് ആ മൂവി ഒരു സെലിബ്രേഷൻ തന്നെയായിരുന്നു. സെലിബ്രേഷൻ തീർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പല പ്രോഗ്രാംസ് ഇപ്പോഴാണ് സെലിബ്രേഷൻ ഏറ്റവും കൂടി നിൽക്കുന്നത്. സിനിമ ഇറങ്ങാൻ പോകും. സിനിമ ഇറങ്ങാൻ പോകും. മാരിവിൽ എന്ന് പറയുന്നത്, മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഒരു റെയിൻബോയുടെ കളേഴ്സ് പോലെയാണ്. ഒരു ഫാമിലിയിലുള്ള 4 പേര് 4 വ്യക്തികളാണ്, 4 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ഇവർ 4 പേരും ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു. ടീച്ചറിൽ പറയുന്നത് ഒരുത്തന് കല്യാണം കഴിക്കാനുള്ള കുട്ടി വേണം, ഒരുത്തന് കല്യാണം കഴിച്ചിട്ട് കുട്ടിയാണ്. ആ ടീച്ചർ പല ചിന്താഗതികളുള്ള 4 പേരാണ്. അല്ല, അത് ആ ചിന്താഗതി ലോകത്തെല്ലാവർക്കും അങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മളൊരു ഫാമിലി എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ നമ്മളെ പോലെ ആയിരിക്കില്ല നമ്മുടെ വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ആയിരിക്കില്ല കുട്ടികൾ. എല്ലാവരും 4 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവർ ഒരുമിച്ച് എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഹാപ്പി ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സിനിമ റിഫ്ലക്ട് ചെയ്യുന്നത്. സിനിമ പറഞ്ഞു വെക്കുന്നത് അല്ലെ. എന്തുണ്ട് വിശേഷം? നമ്മൾ കുറച്ച് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറയുന്നവരായിരിക്കും. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. എങ്ങനെയുണ്ട്? നന്നായി പോകുന്നു. ഇതേമാതിരി വില്ലൻ ഗോപുരങ്ങൾ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ ഇറങ്ങുന്നതിൽ. ഞാൻ ഒരു ഷെഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ക്യാരക്ടറിനൊരു സോൾ ഉണ്ട്. ഒരു പല സ്ഥലത്തും പറയാത്ത കുറെ കാര്യങ്ങൾ ഈ ക്യാരക്ടറിന്റെ ഇതിൽ കാണിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നേരത്തെ വിൻസി പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ. അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണ് കാണിച്ചു പോകുന്നതും പലതും. അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് വർക്ക് ചെയ്തിട്ട് ഞാൻ ഓണസ്റ്റ്ലി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ. അപ്പം ഇതാണ് എന്റെ വിശേഷം. ഇപ്പോഴത്തെ വിശേഷം ഇതാണ്. എന്തായാലും ഒരു സബ്ജക്ട് നല്ല സിനിമയിലാകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതെ, നമ്മള് പിന്നെ പ്രേക്ഷകരാണ് വിധി എഴുതുന്നത്. നമുക്ക് സബ്ജക്ട് ഇഷ്ടപ്പെടുന്നു, പ്രേക്ഷകർ കൃത്യമായിട്ട് വിധി എഴുതുന്ന പ്രേക്ഷകരാണ്. അതിന് യാതൊരു മാറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ സബ്ജക്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ എക്സാം എഴുതി വെച്ചിരിക്കുകയാണ്, ഇനി മാർക്ക് ഇടുന്ന പ്രേക്ഷകരാണ്. ആ ഒരു വിശ്വാസത്തിനാണ് നമ്മൾ ഈ സിനിമ പ്രേക്ഷകർ മുമ്പിലേക്ക് വെക്കുന്നത്. ഞങ്ങൾ നന്നായി പഠിച്ചിട്ട് അതെ, നന്നായി പഠിച്ചിട്ട് ഇനി പ്രേക്ഷകർ മാർക്ക്, നമ്മൾ മാർക്ക് ഇട്ടിട്ടുണ്ട്. വേറെ വിശേഷങ്ങളൊക്കെ കുപ്പികളൊക്കെ ആണല്ലോ ഇന്ന് ഈ സിനിമയ്ക്ക്. കുപ്പിവള സിനിമയിൽ കുപ്പികൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിലിട്ടാണോ? അല്ല, എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോ ഇത് സോഫ്റ്റ് ആയിട്ട് എന്നിട്ടപ്പോ ഒന്ന് കുപ്പികൾ. എന്തായാലും ഈ സിനിമയുടെ ട്രെയിലറും പാട്ടുകളൊക്കെ കണ്ടിരുന്നു. നല്ലൊരു കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2 പേരിൽ നിന്നും ഒരു വ്യത്യസ്തമായി ഈ 2 പേർക്കുണ്ടായിരുന്ന പ്ലസും മൈനസും പറയുവാണെങ്കിൽ ഈ 2 കഥാപാത്രങ്ങൾക്ക്? ഇവർക്കോ? സിനിമയിലോ? സിനിമയിലോ പ്ലസും മൈനസ് ആയിട്ടൊന്നുമില്ല. ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ കാണുമ്പോൾ നമ്മൾ എല്ലാവരിലും ചേട്ടനിലും എന്നിലും പ്ലസ് അങ്ങനത്തെ പ്ലസും മൈനസുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലസും മൈനസും എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കാൻ. അതല്ല അതിന്റെ ഒരു രസം. തീർച്ചയായിട്ടും സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ, സംവിധായകൻ നമുക്ക് അറിയാവുന്ന പോലെ സിനിമകളിലൊക്കെ വന്നുപോയി ഒരു സംവിധായകൻ.
ഇദ്ദേഹത്തിന് ഈ സബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ചിലവർ അവതരിപ്പിക്കാൻ മിടുക്കരായിരിക്കും സ്ക്രിപ്റ്റ്, അതുപോലെ സിനിമയിൽ ഫലിപ്പിക്കണമെന്നില്ല. അതേക്കുറിച്ച് പറയുമ്പോൾ സംവിധാനത്തെ കുറിച്ച് എന്താണ് പറയുക? അരുണിന്റെ നറേഷൻ അടിപൊളിയായിരുന്നു. അരുണും പ്രമോദും ആയിരുന്നു വന്ന് സിനിമ നറേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ സിനിമ നറേറ്റ് ചെയ്യുമ്പോൾ അതിൽ അവർക്കുള്ള ഒരു കൺവിക്ഷൻ നമ്മളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന സംഭവം. ആൻഡ് അരുൺ ഇസ് എൻ എക്സൈറ്റഡ് പേഴ്സൺ. എല്ലാ ഈ ചെറിയ കാര്യമാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൽ അരുണിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ഐ മീൻ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് അരുണിലും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് കാണാൻ പറ്റും. ആൻഡ് അത് സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് എന്തെങ്കിലും ഒരു ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അരുണിൻ്റെ മുന്നിൽ പോയി പ്രസന്റ് ചെയ്യാൻ നമുക്ക് ആർക്കും ഒരു ചമ്മലും വേണ്ട, ഒരു പേടിയും വേണ്ട, ഒന്നും വേണ്ട. ലൈക്ക് ദ ഹോൾ സെറ്റ് ഈ ടീസറും പാട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു സെറ്റും അങ്ങനെ തന്നെയായിരുന്നു. അരുൺ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണ്, നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ആ ഒരു എസ്തറ്റിക് അരുണിൻ്റെ ഓരോ ഫ്രെയിംസിലുണ്ട്. ഇപ്പോൾ ലൂക്ക് കണ്ടാലും നമുക്കറിയാം, ലൂക്കയിൽ ഓരോ ഫ്രെയിമിനും ഒരു ഡിസൈൻ ഉണ്ട്, ഒരു ഭംഗിയുണ്ട്. അതിൻ്റെ ഓരോ ആർട്ട് വർക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ സെറ്റിങ്ങിനും ഒക്കെ ഒരു ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസൈൻ, അങ്ങനെ ഒരു എസ്തറ്റിക് ഡിസൈൻ ഈ സിനിമയ്ക്കുണ്ട്. അതാണ് ആ ഒരു സോങ്സ് കണ്ടവർക്ക് അറിയാം, ഓരോ വിഷ്വൽസിന് ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ആ ഓരോ ഫ്രെയിമും ഡിസൈഡ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ച് അതിനകത്ത് കൊണ്ടുവരുന്ന ഓരോ പ്രോപ്സും മൈക്രോ മാനേജ് ചെയ്ത് വെച്ച് അങ്ങനെ അത്രയും ഡീറ്റെയിലിങ്ങിൽ സിനിമ കാണുന്ന ഒരാളാണ് അരുൺ. അപ്പോൾ